ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മളിന്ന് ഫുൾ ഔട്ടിങ്ങാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവണം. ഫസ്റ്റാണ് ഞാൻ എൻ്റെ സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബീച്ചിലൊക്കെ പോകണ്ടേ. ഞാൻ ഹെഡ് ബാത്തൊക്കെ ചെയ്തു. എനിക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് കയറണം. ഓക്കെ, അപ്പോൾ ഞാൻ മുടിയിൽ ഈ ഒരു ക്ലിപ്പ് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഇയറിംഗ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇയറിംഗ് ആണ്. നമ്മൾ ടൂറൊക്കെ പോകല്ലേ, ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതല്ലേ, ഇച്ചിരി കണത്തിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ഒരു ചോക്കറാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു ബ്ലാക്ക് ചോക്കർ. ഇത് കഴുത്തിൽ ഇങ്ങനെ കിടന്നോളൂ. പിന്നെ ഞാൻ വാസലിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചുണ്ടിൽ. അതിന് ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, ഒരു റെഡ് കളറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രഞ്ചീസ് ഞാൻ എൻ്റെ കയ്യിലിങ്ങനെ ചുമ്മാ ഇടുന്നുണ്ട്. അപ്പോൾ ദേ ഞാൻ റെഡിയായി. അങ്ങനെ ദേ നമ്മുടെ ടൂറ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. വെളുപ്പിന് ഒരു 5 മണിക്കാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഇപ്പം നേരം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കൊട്ടാരക്കര വന്നതാണ്. നമ്മൾ ആര്യാസ് റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. ഫേമസ് റെസ്റ്റോറൻ്റാണ് കേട്ടോ. രാവിലെ ആയിട്ട് തന്നെ എന്നാ തിരക്കായിരുന്നു എന്നറിയാമോ. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെയാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. നമുക്ക് ഡിഫറെൻറ്റ് 3 ടൈപ്പ് ഓഫ് നമുക്ക് ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാറുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വട ഉണ്ടായിരുന്നു, വട കഴിച്ചു. പിന്നെ ഫിൽറ്റർ കോഫി ഉണ്ടായിരുന്നു, ഫിൽറ്റർ കോഫിയും കൂടെ കുടിച്ചു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഫിനിഷായി. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഇറങ്ങി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട്. നമ്മൾ അന്താക്ഷരിയൊക്കെ കളിച്ച് ചില്ല് ചെയ്താട്ടോ പോകുന്നത്. ആറ്റുകാൽ പൊങ്കാല വരാൻ പോലെ അതിൻ്റെ കലമൊക്കെ സൈഡിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു കവാടം ആഫ്റ്റർ എ ലോങ് ടൈമാണ് കേട്ടോ ഞാനിവിടെ വരുന്നത്. എൻ്റെ ഫാമിലിയായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് കൊച്ചിയിലെ. അന്നേരമൊക്കെ ഇവിടെ ഭയങ്കര ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സാരി, അല്ലെങ്കിൽ കൊച്ചു പിള്ളേർക്ക് പവർ ബ്ലൗസ്, പിന്നെ ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ മുണ്ടൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോൾ ഞാനാണത് നടന്നു പോകുന്നത്. ഞാൻ സ്ലീവ്ലെസ് ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ജീൻസും അതിട്ടുകൊണ്ട് തന്നെ കയറ്റത്തില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊരു മുണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുണ്ട് ഉടുത്താൽ നമ്മളെ അങ്ങോട്ട് കയറ്റും, മുണ്ടുടുത്ത് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മുണ്ടൊക്കെ വാങ്ങിച്ച് നമുക്ക് എന്തായാലും അമ്പലത്തിൻ്റെ അകത്ത് കയറാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടി. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചല്ല നമുക്ക് കയറാൻ പറ്റുമെന്ന്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റിയതിൽ. അവിടെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ഫോണൊന്നും അങ്ങോട്ട് നമുക്ക് അലൗഡല്ല. അപ്പോൾ വെളിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഭയങ്കര ചെക്കിങ്ങാണ്. ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ഹെഡ്സെറ്റ്, സ്മാർട്ട് വാച്ച്, ഒരു സാധനവും കയറ്റി വിടത്തില്ല. ഞങ്ങൾ ശനിയാഴ്ചയാണ് പോയത്. എന്നിട്ട് എന്നോട് എന്ത് തിരക്കായിരുന്നെന്നറിയാവോ. പിന്നെ അവിടെ നല്ലൊരു സീനറിയാണ്. അമ്പലത്തിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കുളം പോലെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോയത് കുതിരമാളികയാണ്. അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരാൾക്ക് പാസ് വരുന്നത് 70 രൂപയാണ്. പുത്തൻ മാളിക പാലസ് മ്യൂസിയം, കുതിരമാളിക, ചിത്രാലയം, ആർട്ട് ഗാലറി, ഇവിടെയൊക്കെയാണ് നമ്മൾ പോയത്. കാണാനായിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ നമുക്ക് അവിടെ ഫുള്ള് CCTV ക്യാമറയാണ്. നമുക്ക് അങ്ങോട്ട് മൊബൈൽ ഫോൺ നമുക്ക് അലൗഡ് അല്ല. മൊബൈൽ ഫോൺ നമുക്ക് അലൗഡ് ആവണമെങ്കിൽ 500 രൂപ നമ്മൾ കൊടുക്കണം. 500 രൂപയ്ക്ക് ഇച്ചിരി കൂടുതലായിരുന്നു. പിന്നെ നമ്മളവിടെ എല്ലാം പഴയ കാലത്തെ, പുരാതന കാലത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. പണ്ടത്തെ രാജാക്കന്മാരും അവരുടെ ഫോട്ടോസ്, രാജകുമാരിമാർ,
ഭയങ്കര ആൻറ്റീക് കളക്ഷൻസും കൊട്ടാരവും പിന്നെ അവർ പണ്ട് കാലത്ത് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളും അവിടുത്തെ കൊട്ടാരം, പിന്നെ അവിടുത്തെ കുറേ പൂക്കൾ, സീനറി എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ പൈസ പേ ചെയ്യുമ്പോൾ നമുക്കൊരു തൊപ്പി പോലത്തെ ഒരു സംഭവം തരും. അപ്പോൾ അത് ക്യാമറയാണ് ചുറ്റും, അല്ലാതെ ഫോട്ടോ നമ്മൾ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ എടുത്ത 1000 രൂപയാണ് നമുക്ക് ഫൈനായിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ചായ കുടിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കണ്ട് കഴിയാറായപ്പോഴാണ് നമ്മൾ സെക്യൂരിറ്റിയുടെ 500 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത്. ഇനി നിങ്ങൾ കാണുന്നത് എൻ്റെ കുറച്ച് ഷോയാണ് കാണാൻ പോകുന്നത്. എവിടെ കണ്ണാടി കണ്ടാലും അവിടെ ഞാൻ ഫോട്ടോ എടുക്കും, അതെനിക്ക് നിർബന്ധമാണ്. ഇതാണ് കേട്ടോ പാലസിൻ്റെ ഒരു മെയിൻ ഒരു കവാടം എന്ന് പറയുന്നത്. സ്വാതി തിരുനാൾ മാർത്താണ്ഡവർമ്മ ചിത്രാലയം, ഇതാണ് അതിൻ്റെ കറക്റ്റ് പേര്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്തു. നമ്മളിനി അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം സുനീസ് ബാഗ്സ്. നമുക്കിനി അങ്ങോട്ട് പോവാം. അങ്ങോട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് നമുക്ക് എടുക്കണം. ഒരാൾക്ക് ടിക്കറ്റിന് 100 രൂപയാണ് നമുക്ക് ചാർജ് ചെയ്യുന്നത്. പക്ഷെ കാണാൻ ഉണ്ട് കേട്ടോ. ആദ്യമേ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ഒരു ശില്പമുണ്ട്. ഒറിജിനലെ വെല്ലുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ കുറേ ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ ശില്പം അവരോട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജവഹർലാൽ നെഹ്റു, പിന്നെ എനിക്ക് കുറച്ച് പേരെ ഒന്നും പേരറിയത്തില്ല. എനിവേ നിങ്ങൾ കാണും, കുറേയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് നിങ്ങൾക്ക് പേരറിയാവുന്നവരുടെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ ഒരു ശില്പം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പേടിച്ചു. ശരിക്കും ഒരാൾ കട്ടിലേ കിടക്കുന്ന പോലെ. പിന്നെ തമിഴ് ആക്ട്രസ്, ബോളിവുഡ് ആക്ട്രസ്, പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അങ്ങനെ ഒരുപാട് മലയാളത്തിലെ ആക്ടർ, അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ശില്പം ഇവിടെ ഉണ്ട് കേട്ടോ. കാണാനായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, പിന്നെ അതുപോലെ മന്നത്ത് പത്മനാഭൻ ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ, പിന്നെ നമ്മുടെ കേരളത്തിലെ ഉമ്മൻചാണ്ടി, അതുപോലെ ഇന്ദിരാഗാന്ധി, പിന്നെ അങ്ങനെ കുറേ പേര്, എനിക്ക് പുറത്തറിയുന്ന എനിക്ക് അറിയത്തില്ല കേട്ടോ. രാജീവ് ഗാന്ധിയുടെ സ്റ്റാച്ചു, ഡോക്ടർ BR അംബേദ്കർ, അയ്യങ്കാളി, നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ ഫോട്ടോ, പിന്നെ നമ്മുടെ ബാഹുബലി അതിൻ്റെ ഒരു ശില്പം, പിന്നെ നമ്മുടെ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ, അതുപോലെ നമ്മുടെ വിരാട് കോഹ്ലി, എല്ലാവരും ഉണ്ട് കേട്ടോ. അതുപോലെ മറഡോണയുടേത്, ബോളിവുഡ് ആക്ടർ സൽമാൻ ഖാൻ, കരീന കപൂർ, അതുപോലെ രാം ചരൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, പിന്നെ അതുപോലെ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ജയൻ, പിന്നെ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ലാലേട്ടൻ,
പിന്നെ നമ്മുടെ VS അച്യുതാനന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, പിന്നെ നമ്മുടെ ജയലളിത, അതുപോലെ അബ്ദുൽ കലാം, പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അത് കഴിഞ്ഞ് നമ്മൾ എള്ളുണ്ട കഴിച്ചു, അതുപോലെ തേൻ മിഠായി കഴിച്ചു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലുലു മാളാണ്, ട്രിവാൻഡ്രം. നമ്മളിത് ലുലു മാളിൽ എത്തി. കേരളത്തിൽ ഒത്തിരി ലുലു മാൾ ഉണ്ടെങ്കിലും ഏഷ്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലുലു മാൾ എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളാണ്. ഒരു പൊള്ളിയേ. ലുലുമാളിൻ്റെ അകത്ത് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു പെറ്റ്സ് കുറേ ടൈപ്പ് ഓഫ് പെറ്റ്സിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പാമ്പ്, അതുപോലെ കിളികൾ, ഓന്ത്, അതിൻ്റെയൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഫോട്ടോ എടുക്കാം. 100 Wow.
ഞാൻ എസ്കലേറ്ററിലേക്ക് കയറുന്നു. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു, പെരി പെരി മയോണൈസ് ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസ്, കോൾഡ് കോഫിയും മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു. കോൾഡ് കോഫി കണ്ടപ്പോൾ ഓർഡർ ചെയ്തതേ ഉള്ളൂ. ഞാൻ ഒരു കവൾ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എനിക്ക് കോഫി അങ്ങനെ കുടിക്കാൻ പറ്റില്ല എന്ന് തോന്നി. ഞാൻ ഓർത്തത് പിന്നെ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. ഞാൻ പിന്നെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ് കുടിച്ചത്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മളിനി ആഴിമല ടെമ്പിളിലോട്ടാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഇറക്കമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് കയറ്റത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ നമ്മൾ ലുലുമാളിൽ പോയി നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇനിയുള്ളതെന്ന് വെച്ചാൽ പിള്ളേരുടെ സെക്ഷനാണ്. പിള്ളേരെ ടോയ്സ് അങ്ങനെയൊക്കെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെയുള്ള ഒരു സെക്ഷനാണ്. നല്ല രസമാണ് ആ ഒരു ഏരിയ കാണാൻ. ഫുഡൊക്കെ കഴിച്ച് ലുലുമാളിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കുവാണ്. നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആഴിമല ശിവ ടെമ്പിളാണ്. ഞങ്ങൾ ആഴിമല എത്തുന്നതിന് കുറച്ച് മുന്നെയാണ് പറഞ്ഞത് നമുക്ക് അമ്പലം തുറക്കത്തില്ല, നമുക്ക് ശിവൻ്റെ ഒരു സ്റ്റാച്ചു ആണ്, അല്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എന്നുള്ളത്. ഞങ്ങളൊക്കെ വലിയ ഡ്രസ്സൊക്കെ മാറിയതൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവിടെ ചെല്ലാൻ പറ്റില്ല, അതൊന്നും വലിയ കാര്യം. പിന്നെ അവിടെ എന്ത് പ്രത്യേകത എന്ന് വെച്ചാൽ കായലും കരയും കൂടി ചേരുന്നൊരു ഭാഗമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഒരു വല്ലാത്തൊരു സീനറി ആയിരുന്നു കേട്ടോ. ആ കടലിൻ്റെ ഒക്കെ ആ ഫ്രണ്ടിലായിട്ട് ശിവൻ്റെ ആ ഒരു ശില്പം. ഏകദേശം ഒരു 6 വർഷം എടുത്താണ്
ശിവൻ്റെ ഈ ഒരു ശില്പം പണിയിച്ചെടുത്തതെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് പണിഞ്ഞ ശില്പിയുടെ ആദ്യത്തെ ശില്പമാണ് ഇതെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ച് ഞാൻ പറയുന്നതാണ് കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. എപ്പോഴും ഇവിടെ തിരക്കാണ്. ഒരുപാട് ആഗ്രഹിച്ചാണ് ഇവിടെ വരാൻ. ഇവിടെ വരുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എനിക്കൊരു ഡാൻസിൻ്റെ വീഡിയോ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറ്റിയില്ല. അതുപോലെ തിരക്കാണ്. ആ ജനത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിന്ന് ഡാൻസ് ഒന്നും ചെയ്യാനെന്ന കാര്യം നടക്കത്തില്ല. എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് തന്നെ ധാരാളം. ഒരുപാട് ടൂറിസ്റ്റൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു തമിഴ്നാട് മോഡലാണ് ഈ അമ്പലം പണിഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ അമ്പലത്തിൻ്റെ അകത്ത് കയറിയില്ല, എന്തായാലും പുറത്ത് നിന്ന് കണ്ടു. അമ്പലത്തിൻ്റെ കയറ്റെന്ന് പറഞ്ഞാൽ ഒരു 1.5 കയറ്റമാണ്. ഇറങ്ങാൻ കുഴപ്പമില്ലായിരുന്നു, കയറാനായിരുന്നു പാട്. ഞങ്ങളുടെ കൂടെ കൊണ്ടുവരുന്നുള്ള എല്ലാവരും ഓട്ടോയ്ക്ക് പോയി. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കോവളം ബീച്ചാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച അത്രയും ചൂടൊന്നും ഇല്ല. നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഭയങ്കര ചൂടൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു വലിയ ചൂടൊന്നും കാണില്ലേന്ന്. എന്നാലും അവിടെ കോവളം ബീച്ചിൻ്റെ ഒരു സൈഡാണിത്. ഏത് സൈഡാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ കൊച്ചിയിലും കണ്ട് ഇവിടെ വന്നതാണ്, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഓക്കെ, അവിടുന്ന് അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒട്ടും വെയിലില്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഉണ്ട്, വെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മാനേജ് ചെയ്തു. എല്ലാ ഉപ്പിലിട്ട ഐറ്റംസും ഉണ്ടായിരുന്നു. പൈനാപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതൊക്കെയാണ് വാങ്ങിച്ചത്. നമ്മളങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ കുറുക്കുറെ നമ്മൾ കഴിച്ചു. തിരിച്ച് വരുന്ന വഴി നമ്മൾ തമാശയൊക്കെ കഴിച്ചാണ് ചില്ലിയിലാണ് പോകുന്നത്. സിംഹം, പുലി, കടുവ, പുലിമുരുകൻ, പുലി, സിംഹം, പുലി, പുള്ളിപ്പുലി. ഓക്കെ, നമ്മുടെ ടൂർ ഏകദേശം കഴിയാറൊക്കെ. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. എഴുത്താണി റെസ്റ്റോറൻറ്റ്, നമ്മൾ കൊട്ടാരക്കരയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് വീട് നമ്മൾ എത്താറായി.
നമ്മുടെ ടൂർ ഇതോടെ കഴിഞ്ഞു. ഇത് ഞാൻ വണ്ടിയിൽ തിരിച്ച് വന്നിറങ്ങി. രാത്രി 10 മണിയൊക്കെ ആയി കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു. ദേ ഫുഡ് കഴിക്കുകയാണ്. ചപ്പാത്തി മുട്ടക്കറിയാണ് കഴിച്ചത്. പിന്നെ ഉപ്പേരി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചൊക്കെ ഫ്രഷായി ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.